Find the algebraic form of the arithmetic sequences given below. തന്നിട്ടുള്ള സീക്വൻസുകളുടെ ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് 1 6 11 16 എക്സെട്ര എന്ന സീക്വൻസ് ആണ്. അപ്പോൾ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേമിനെ നമുക്ക് എന്ത് പറയാം, x1 എന്ന് പറയാം അല്ലേ. x1 എത്ര 1 ആണ്, x2 എത്രയാണ് സെക്കൻഡ് ടേം, അത് 6 ആണ്, x3 എത്രയാണ് 11 അല്ലേ, അങ്ങനെ x4 16 എക്സെട്ര. അപ്പോൾ ഇതിലെ കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവയിൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആണ് x1 x2. അപ്പോൾ അവയുടെ ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ്. അതായത് x2 മൈനസ് x1. x2 എത്രയാണ് 6 മൈനസ് x1 1 അല്ലേ. 6 മൈനസ് 1 എത്രയാണ് 5. അപ്പോൾ കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓൾജിബ്രിക് ഫോം ഏത് ഫോമിലാണ്? ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് xn ഈസിക്കൽ ടു an പ്ലസ് b എന്ന ഫോമിലാണ് അല്ലേ. വേർ a and b ആർ ഫിക്സഡ് നമ്പർ. എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് എ അല്ലേ. എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അതെന്താ 5 ആണ്. എ ഈസ് ഈക്വൽ ടു എന്താണ് 5. ഈ 5 എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, അപ്പോൾ xn എന്ന് പറയുന്നത് എന്താണ്? എക്ക് പകരം 5 കൊടുക്കുക. അപ്പോൾ 5 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 5n പ്ലസ് ബി. ഈ ഫോമിലാണ്. വേർ n എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബി കൂടി കാണണം. അതിനു വേണ്ടി നമുക്കറിയാം x1 എത്രയാണ്? x1 ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കണ്ടല്ലോ. ഫസ്റ്റ് ടേം 1 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ xn എന്ന് പറയുന്നത് 5n പ്ലസ് ബി ആണ്. അപ്പോൾ എന്നിന് പകരം 1 കൊടുത്താൽ x1 കിട്ടൂലേ. അപ്പോൾ എന്നിന് പകരം 1 കൊടുക്കുക. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എന്നിന് പകരം 1 കൊടുക്കുക. 5 ഇൻറ്റു 1 പ്ലസ് ബി അല്ലേ. ദാറ്റ് ഈസ് x1 എന്ന് പറയുന്നത് 1 ആണല്ലോ. സോ x1ന് പകരം 1 കൊടുക്കുക. 1 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 5 ആണ്. 5 പ്ലസ് ബി. ഇതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 5നെ ആഡ് ചെയ്തേക്കും അല്ലേ. അപ്പോൾ പ്ലസ് 5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -5 ആകും. സോ 1 മൈനസ് 5 ഈസ് ഈക്വൽ ടു ബി. 1 മൈനസ് 5 എന്താണ്? 5 മൈനസ് 1 4 ആണ്. അപ്പോൾ 1 മൈനസ് 5 -4 ആയിരിക്കും. ഓക്കെ, -4 ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി എന്താണ്? -4 ആണ്. എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിരുന്നു, അത് 5 ആണ് അല്ലേ. സോ ഓൾജിബ്രിക് ഫോം എന്താണ് ഈ സീക്വൻസിൻ്റെ? ഓൾജിബ്രിക് ഫോം എന്ന് xn ഈസ് ഈക്വൽ ടു an പ്ലസ് ബി അല്ലേ. ദാറ്റ് ഈസ് xn ഈസ് ഈക്വൽ ടു എക്ക് പകരം 5 കൊടുക്കുക. അപ്പോൾ 5n പ്ലസ് ബി. ബി എന്താണ്? -4 അല്ലേ. അപ്പോൾ -4 പ്ലസ് -4 എന്ന് വെച്ചാൽ പ്ലസ് ഓഫ് മൈനസ് മൈനസ് ആണ്. അപ്പോൾ -4. ഓക്കെ, അപ്പോൾ ഇതാണ് ഓൾജിബ്രിക് ഫോം. അതായത് xn ഈസ് ഈക്വൽ ടു 5n - 4. സെക്കൻഡ് സീക്വൻസ് ഏതാണ്? 2 7 12 17 എക്സെട്ര അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x1, അത് എത്രയാണ്? ഫസ്റ്റ് ടേം 2 ആണ്. സെക്കൻഡ് ടേം ആണ് x2, അത് എത്രയാണ്? അത് 7 ആണ്. പിന്നെ തേർഡ് ടേം x3, അത് എത്രയാണ്? 12 ആണ് എക്സെട്ര അല്ലേ. അങ്ങനെ തന്നെ പോവും. അപ്പോൾ ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവയിലെ അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആണ് എന്ത്? x1 x2. അപ്പോൾ അവയുടെ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് x2 മൈനസ് x1. x2 എത്രയാണ്? 7 ആണ്. മൈനസ് x1 is 2. 7 - 2 എത്രയാണ്? 5 ആണ് അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് 5 കിട്ടി. ഓക്കെ, ആൾജിബ്രിക് ഫോമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് എന്താണ്? xn ഈസ് ഈക്വൽ ടു an പ്ലസ് ബി എന്ന ഫോമിലാണ് അല്ലേ ഓൾജിബ്രിക് ഫോം. വേർ a and b ആർ ഫിക്സഡ് നമ്പർ. അപ്പോൾ നമുക്കറിയാം ഈ ആൾജിബ്രിക് ഫോമിൽ എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് കോമൺ ഡിഫറൻസ് അല്ലേ. എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എ അല്ലേ. അപ്പോൾ എ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് 5 ആണെന്ന് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ 5 എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. ഓക്കെ, ഇനി നമുക്ക് ബി കൂടി കാണണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം xn എന്ന് പറയുന്നത് an പ്ലസ് ബി ആണ്. ഈ എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ x1 കിട്ടില്ലേ. അപ്പോൾ എന്നിന് പകരം 1 ഇട്ട് കൊടുക്കുക. x1 ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 പ്ലസ് ബി. ഓക്കെ, x1 എത്രയാണ്? നമുക്ക് കിട്ടിയല്ലോ 2 ആണെന്ന് അറിയാലോ ഫസ്റ്റ് ടേം. അപ്പോൾ x1ന് പകരം 2 കൊടുക്കുക. 2 ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 എന്ന് വെച്ചാൽ a ആണ് പ്ലസ് ബി. ദാറ്റ് ഈസ് 2 ഈസ് ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് നമ്മൾ കണ്ടല്ലോ. സോ 5 പ്ലസ് ബി.
ദാറ്റ് ഈസ് ഇതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ 5നെ ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ +5നെ =ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -5 ആകും. സോ 2 - 5 = B. ദാറ്റ് ഈസ് 2 - 5 എത്രയാണ്, 5 - 2 3 ആണ്. അപ്പോൾ 2 - 5 -3 ആയിരിക്കും. സോ -3 = B. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് എന്താണ്, xn = an + b എന്ന ഫോമിലായിരുന്നു. എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. എ എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണല്ലോ. എക്ക് പകരം 5 കൊടുക്കുക. 5 × n 5n + b. ബി എത്രയാണ്, -3 ആണ് അല്ലേ, അപ്പോൾ -3. സോ ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് എന്താണ്, xn = 5n - 3. ഇനി നെക്സ്റ്റ് സീക്വൻസ് എന്താ, 21 32 43 54 എക്സെട്ര ആണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x1, അത് എത്രയാണ്, 21 ആണ്. സെക്കൻഡ് ടേം 32 ആണ്, അതായത് x2 = 32 ആണ്. x3 43 ആണ്. x4 54 ആണ്, എക്സെട്ര അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആണ്, അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് x2 - x1. x2 എത്രയാണ്, 32 - x1 21. അപ്പോൾ 32 - 21 എത്രയാണ്, 11 ആണ് അല്ലേ. അപ്പോൾ 11 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇനി നമുക്ക് ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാം. ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് എന്താണ്, xn = an + b എന്ന ഫോമിലാണ്, വേർ a and b ആർ ഫിക്സഡ് നമ്പർ. xn എന്ന് പറയുന്നത് an + b ആണ് അല്ലേ. പക്ഷെ നമുക്കറിയാം x1 എന്ന് പറയുന്നത് 21 ആണ് അല്ലേ. അപ്പോൾ xnൽ എന്നിന് പകരം 1 എന്ന് കൊടുത്താൽ x1 കിട്ടില്ല. സോ x1 = an + b. എന്നിന് പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ a × 1 + b. x1 എത്രയാണ്, 21 അല്ലേ ഫസ്റ്റ് ടേം. അപ്പോൾ 21 = a × 1. a എത്രയാണ്, 11 ആണ്. 11 × 1 അതായത് 11 + b. ഇതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യാം, ഇവിടെ 11നെ ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ +11നെ =ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -11 ആകും. സോ 21 - 11 = b. 21 - 11 എത്രയാണ്, 10 ആണല്ലേ. സോ 10 = b. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി, 10 എന്ന് കിട്ടി. അതേപോലെ എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണല്ലോ, അത് എത്രയാണ്, 11 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എ 11 ആവാൻ കാരണം എന്താണ്, എന്നിൻ്റെ കൂടെ അല്ലേ എ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്, കോമൺ ഡിഫറൻസ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് എ 11 എന്നെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ആൾജിബ്രിക് ഫോം എഴുതി കൂടെ. ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് എന്താണ്, xn = an + b എന്ന ഫോമിലാണ്. എ എന്ന് പറയുന്നത് 11ഉം ബി എന്ന് പറയുന്നത് 10ഉം ആണ്. അപ്പോൾ xn = എക്ക് പകരം 11 കൊടുക്കുക, 11n, ബിക്ക് പകരം 10 കൊടുക്കുക, +10 എന്ന ഫോമിലാണ്. ഓക്കെ, നെക്സ്റ്റ് സീക്വൻസ് ഇതിലെ ഫസ്റ്റ് ടേം 19 ആണ്. അപ്പോൾ x1 എന്ന് പറയുന്നത് 19 ആണ്. സെക്കൻഡ് ടേം 28 ആണ്. അപ്പോൾ x2 എന്ന് പറയുന്നത് എന്താ, 28 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവയിൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആണ് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും, അതായത് x1 x2. അപ്പോൾ അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണല്ലോ. ദാറ്റ് ഈസ് x2 - x1 അല്ലേ. x2 28 ആണ്, -x1 19. ദാറ്റ് ഈസ് 28 - 19 എത്രയാണ്, 9 ആണ് അല്ലേ. സോ 9 എന്ന് കിട്ടി. ഇനി നമുക്ക് ആൾജിബ്രിക് ഫോം കാണാം. ആൾജിബ്രിക് ഫോം ഏത് ഫോമിലാണുള്ളത്, xn = an + b എന്ന ഫോമിലാണ് അല്ലേ, വേർ a and b ആർ ഫിക്സഡ് നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന എ ആണ്. എ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. കോമൺ ഡിഫറൻസ് 9 എന്ന് കിട്ടിയില്ലേ. അപ്പം എ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം x1 തന്നിട്ടുണ്ട് 19 ആണ് അല്ലേ. അപ്പോൾ xnൽ എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ x1 കിട്ടില്ലേ. അപ്പോൾ xn എന്ന ഇക്വേഷനിൽ എന്നിന് പകരം 1 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് x1 = a × എന്നിന് പകരം 1, a × 1 + b. ഓക്കെ, ദാറ്റ് ഈസ് x1 എത്രയാണ്, 19 ആണല്ലോ. സോ 19 = a × 1. a എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 × 1 എന്നാണ് 9 + b.
അപ്പോൾ ഇതിൽ നിന്നും ബിയുടെ വാല്യൂ കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 9 ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ പ്ലസ് 9നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -9 ആവും. സോ 19 - 9 is equal to b. ദാറ്റ് ഈസ് 19 - 9 എത്ര? 10 ആണ്. സോ 10 is equal to b. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ 10 കിട്ടി, എയുടെ വാല്യൂ 9 എന്ന് കിട്ടി. അപ്പോൾ ആൾജിബ്രിക് ഫോം ആയല്ലോ. ആൾജിബ്രിക് ഫോം പറയുന്നത് എന്താണ്? xn is equal to an plus b ആണ് അല്ലേ. ദാറ്റ് ഈസ് xn is equal to a എന്ന് പറയുന്ന 9 ആണ്. അപ്പം 9 × n 9n പ്ലസ് b എന്ന് പറയുന്ന 10ഉം കിട്ടി അല്ലേ. 9n plus 10 എന്ന 9n plus 10 എന്ന ഫോമിലാണ്. വേർ n എന്താണ്? n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അടുത്ത സീക്വൻസ് 1, 1.5, 2, 2.5 എക്സെട്ര ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം 1 ആണ് അല്ലേ. അപ്പോൾ x1 is equal to 1 ആണ്. സെക്കൻഡ് ടേം 1.5 ആണ്, അതായത് x2 is equal to 1.5. അത് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവയിൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആണ് x1 x2. അപ്പോൾ അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ x2 - x1 ദാറ്റ് ഈസ് x2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്, മൈനസ് x1 എന്ന് പറയുന്ന 1 ആണ് അല്ലേ. ദാറ്റ് ഈസ് 1.5ൽ നിന്നും 1 പോയാൽ ബാക്കി എന്താ? ഹാഫ് ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് ഹാഫ് എന്ന് കിട്ടി. അപ്പോൾ ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാം. ആൾജിബ്രിക് ഫോം ഏത് ഫോമിലാണ്? xn is equal to an plus b എന്ന ഫോമിലാണ് അല്ലേ. വേർ a and b are ഫിക്സഡ് നമ്പർ. ഓക്കെ, അപ്പോൾ xnൽ എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ x1 കിട്ടും അല്ലേ. അപ്പോൾ xnൽ എന്നിന് പകരം 1 ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് x1 is equal to എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ a × 1 പ്ലസ് b. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആൾജിബ്രിക് ഫോമിൽ എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ എന്നൊന്ന് പറയുന്നത് എന്താ? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന a ആണ്. അപ്പോൾ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഹാഫ് എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? a ആണ്. x1 എന്ന് പറയുന്ന 1 ആണ് നമ്മൾ കണ്ടല്ലോ. സോ 1 is equal to a എന്ന് പറയുന്ന ഹാഫ് ആണ്. ഹാഫ് × 1 പ്ലസ് b. ഓക്കെ, ദാറ്റ് ഈസ് 1 is equal to ഹാഫ് × 1 എന്ന് വെച്ചാൽ ഹാഫ് പ്ലസ് b. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ ഹാഫിനെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് ഹാഫിനെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ഹാഫ് ആകും. സോ 1 - ഹാഫ് is equal to b. 1ൽ നിന്നും ഹാഫ് പോയാൽ എന്താണ്? 1 - ഹാഫ് ഹാഫ് ആണല്ലേ. സോ ഹാഫ് is equal to b. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് ഹാഫ് എന്ന് കിട്ടി, എയുടെ വാല്യൂ ഹാഫ് എന്ന് കിട്ടി. അപ്പോൾ ആൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞിരുന്നത് xn is equal to an plus b ആയിരുന്നല്ലോ. അപ്പോൾ ഇതിൽ എക്ക് പകരം എന്ത് കൊടുക്കുക? ഹാഫ് കൊടുക്കുക. ബിക്ക് പകരം ഹാഫ് കൊടുക്കുക അല്ലേ. ഹാഫ് n പ്ലസ് ഹാഫ്, ഇതാണ് ആൾജിബ്രിക് ഫോം. വേർ n എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം ആൾജിബ്രിക് ഫോമിൽ എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തത് a ആണല്ലോ. അപ്പോൾ a എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമുക്ക് 1/6 അല്ലേ കിട്ടിയത്. അപ്പോൾ a is equal to എന്താണ്? 1/6. ഓക്കെ, ദാറ്റ് ഈസ് x1 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു 1/6 ആണ്. അപ്പോൾ 1/6 is equal to a × 1. a 1/6 അല്ലേ. അപ്പോൾ 1/6 × 1 എന്ന് വെച്ചാൽ 1/6 പ്ലസ് b. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ കാണാം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 1/6നെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 1/6നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 1/6 ആകും. സോ 1/6 - 1/6 is equal to b. 1/6 - 1/6 എന്താ? 0 ആണല്ലേ. is equal to b. അപ്പോൾ ബിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. എയുടെ വാല്യൂ 1/6ഉം കിട്ടി. അപ്പോൾ ആൾജിബ്രിക് ഫോം എന്താണ്? ആൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞാൽ xn is equal to an plus b ആയിരുന്നില്ലേ. ദാറ്റ് ഈസ് xn is equal to a 1/6 അല്ലേ. അപ്പോൾ 1/6 n പ്ലസ് 0 അല്ലെങ്കിൽ xn is equal to 1/6 n എന്ന് കൊടുക്കാം. വേർ n എന്താണ്? n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ,
The terms of some arithmetic sequences in two specified positions are given below. Find the algebraic form of each. അതായത് താഴെ സീക്വൻസിൽ 2 ടേംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം 10th ടേം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ഫസ്റ്റ് ടേം എത്രയാണ്? 5 ആണ്. പിന്നെ 10th ടേം തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 23 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 10th ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ 10ൽ നിന്നും 1 മൈനസ് ചെയ്യുക. 10 - 1 9 അല്ലേ. അപ്പോൾ 9 കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ 9D ആഡ് ചെയ്യുമ്പോഴാണ് 10th ടേം കിട്ടുക. ഓക്കെ, അപ്പോൾ D എന്താണ്? കോമൺ ഡിഫറൻസ് ഇതിൽ നിന്ന് കണ്ടൂടെ? അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 9D ആഡ് ചെയ്യുമ്പോൾ 10th ടേം കിട്ടും. ഫസ്റ്റ് ടേം 5 അല്ലേ. അപ്പോൾ 5 + 9D = 10th ടേം എത്രയാണ്? 23. ഓക്കെ, ഇതിൽ നിന്ന് D കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 5നെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ +5നെ ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -5 ആകും. സോ 9D = 23 - 5. ഓക്കെ, ദാറ്റ് ഈസ് 9D = 23 - 5 എത്രയാണ്? 18 ആണല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് D കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 9നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 9നെ ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /9 ആകും. സോ D = 18/9. ദാറ്റ് ഈസ് 18/9 എത്രയാണ്? 2 ആണല്ലേ. അപ്പോൾ D എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. കോമൺ ഡിഫറൻസ് 2 ആണെന്ന് കിട്ടി. അപ്പോൾ ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാമല്ലോ. ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം xn = an + b എന്ന ഫോമിലാണ് അല്ലേ. വേർ a and b ആർ ഫിക്സഡ് നമ്പർ. എ എന്ന് പറയുന്നത് എന്താണ്? എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറാണ് അല്ലേ. എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താ? കോമൺ ഡിഫറൻസ് ആണ്, അതായത് 2. ഓക്കെ, അപ്പോൾ 2 എന്ന് പറയുന്നതാണ് എ. ഓക്കെ, അപ്പോൾ ഈ xn = an + b എന്ന് കണ്ട്, അപ്പോൾ എന്നിന് പകരം 1 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ x1 ആവും അല്ലേ. എന്നിന് പകരം 1 കൊടുക്കുക. ദാറ്റ് ഈസ് x1 = a n എന്ന് വെച്ചാൽ എന്നിന് പകരം 1 കൊടുത്താൽ a × 1 + b. ഓക്കെ, x1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5 = a × 1. a എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ 2 × 1 2 + b. ഓക്കെ, ഇതിൽ നിന്ന് ബിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യാം? ഇവിടെ 2നെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ +2നെ ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -2 ആകും. സോ 5 - 2 = b. 5 - 2 എത്രയാണ്? 3 ആണല്ലോ. സോ 3 = b. ഓക്കെ, അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടി. എത്രയാണ്? 3 ആണ്. എയുടെ വാല്യൂ നമുക്ക് കിട്ടി, അത് 2 ആണ്. അപ്പോൾ ആൾജിബ്രിക് ഫോം എഴുതിക്കൂടെ? ആൾജിബ്രിക് ഫോം എന്ത് ഫോമിലാണ്? xn = an + b എന്ന ഫോമിലാണ്. ദാറ്റ് ഈസ് xn = a എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടിയല്ലോ 2 ആണ്. അപ്പോൾ 2 × n 2n + b എത്ര? 3. 2n + 3 എന്ന ഫോമിലാണ്. n എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1 2 3 etc. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, അത് 5 ആണ്. ഇനി 7th ടേം തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 23 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 7th ടേം കിട്ടുക? അത് കണ്ടുപിടിക്കാനായി 7ൽ നിന്നും 1 മൈനസ് ചെയ്യുക. 7 - 1 6 അല്ലേ. അപ്പോൾ +6D 6 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത്? 7th ടേം കിട്ടുക അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം 5 അല്ലേ. അപ്പോൾ 5 + 6D = 7th ടേം എത്രയാണ്? 23. ഇതിൽ നിന്ന് നമുക്ക് ഡിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 5നെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ +5നെ ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -5 ആകും. സോ 60 = 23 - 5. ദാറ്റ് ഈസ് 60 = 23 - 5 എത്രയാണ്? 18 ആണല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ഡിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 6നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 6നെ ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /6 ആകും. സോ D = 18/6. 18/6 എത്രയാണ്? 3 ആണല്ലേ. അപ്പോൾ D എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണെന്ന് കണ്ടു. ഇനി നമുക്ക് ആൾജിബ്രിക് ഫോം കാണാം. ആൾജിബ്രിക് ഫോം എന്ത് ഫോമിലാണ്? xn = an + b എന്ന ഫോമിലാണ് അല്ലേ. വേർ a and b ആർ ഫിക്സഡ് നമ്പർ. എൻ്റെ കൂടെ മൾട്ടിപ്പിൾ ചെയ്യുന്നത് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 3 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ അതാണ് a. a = 3 എന്ന് കിട്ടി.
ഇനി നമുക്കറിയാം ഫസ്റ്റ് ടേം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എന്നിന് പകരം 1 എന്ന് കൊടുത്താൽ എന്താവും? ഇത് x1 ആവും അല്ലേ? അപ്പോൾ എന്നിന് പകരം 1 കൊടുക്കുക. x1 = a ഇൻറ്റു എന്നിന് പകരം 1. അപ്പോൾ a × 1 + b. ഓക്കെ, x1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 5 ആണ്. അപ്പോൾ 5 = a എത്രയാണ് നമുക്ക് കിട്ടിയ? 3 ആണ് അല്ലേ? അപ്പോൾ 3 × 1 3 + b. ഇതിൽ നിന്നും നമുക്ക് ബിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 3 ആഡ് ചെയ്തേക്കും അല്ലേ? അപ്പോൾ ഈ +3 കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -3 ആകും. സോ 5 - 3 = b. 5 - 3 എത്ര? 2 ആണ് അല്ലേ? സോ 2 = b. അപ്പം ബിയുടെ വാല്യൂ കിട്ടി, എയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ആൾജിബ്രിക് ഫോം എഴുതിക്കൂട്ടെ. ആൾജിബ്രിക് ഫോം എന്തായിരുന്നു? xn = an + b എന്ന ഫോമിലായിരുന്നല്ലോ. ദാറ്റ് ഈസ് xn = a എത്ര കിട്ടിയത്? 3. അപ്പോൾ 3 × n, 3n + b എന്തായിരുന്നു? 2. ഓക്കെ, അപ്പോൾ ഇതാണ് ആൾജിബ്രിക് ഫോം. എവർ n എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 എക്സെട്ര. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 5th ടേം തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 10 ആണ്. പിന്നെ 10th ടേം തന്നിട്ടുണ്ട്, അതെത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ 5th ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 10th ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ 10ൽ നിന്ന് 5 മൈനസ് ചെയ്യുക. 10 - 5 എത്രയാണ്? 5 അല്ലേ? അപ്പോൾ 5d ആഡ് ചെയ്യുമ്പോഴാണ്, 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 10th ടേം കിട്ടുക അല്ലേ? അപ്പോൾ 5th ടേം 10 ആണല്ലോ. അപ്പോൾ 10 + 5d = 10th ടേം എത്രയാണ്? 5. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് 5d കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 10നെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഈ +10നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -10 ആകും. സോ 5d = 5 - 10. ദാറ്റ് ഈസ് 5d = 5 - 10 എത്രയാണ്? 10 - 5 5 ആണ്. അപ്പോൾ 5 - 10 -5 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇതിൽ നിന്നും നമുക്ക് d കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 5നെ ഇൻറ്റു ചെയ്തേക്കില്ലേ? അപ്പോൾ ഇൻറ്റു 5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /5 ആകും. സോ d = -5/5. -5/5 എന്ന് വെച്ചാൽ എന്താ? 5/5 1 ആണ്, പിന്നെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ -1 ആണ് d എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആൾജിബ്രിക് ഫോം കാണാം. ആൾജിബ്രിക് ഫോം എന്ത് ഫോമിലാണ്? xn = an + b എന്ന ഫോമിലാണ്. വേർ a and b are fixed number. എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന a ആണ്. അപ്പോൾ a ആണ് എന്ത്? കോമൺ ഡിഫറൻസ് അല്ലേ? കോമൺ ഡിഫറൻസ് -1 അല്ലേ? അപ്പോൾ -1 ആണ് a. ഓക്കെ, a = -1 ആണ്. ഇനി b കാണണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ 5th ടേം 10 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ എന്നിന് പകരം 5 എന്ന് കൊടുത്താൽ x5 കിട്ടില്ല, അതായത് 5th ടേം കിട്ടില്ലേ? അപ്പോൾ എന്നിന് പകരം 5 കൊടുക്കുക. ദാറ്റ് ഈസ് x5 = a × എന്നിന് പകരം എന്ത് കൊടുത്തു? 5 അല്ലേ? അപ്പോൾ a × 5 + b. ദാറ്റ് ഈസ് x5 എത്രയാണ്? അതായത് 5th ടേം എന്താണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10 ആണ് അല്ലേ? അപ്പോൾ 10 = a എന്താണ്? -1 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. -1 × 5 + b. ദാറ്റ് ഈസ് 10 = -1 × 5 എന്ന് വെച്ചാൽ എന്താ? -5 + b. ഇതിൽ നിന്നും ബിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ -5 അല്ലേ ഉള്ളത്? അപ്പോൾ -5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? +5 ആകും. ഓക്കെ, സോ 10 + 5 = b. 10 + 5 15 അല്ലേ? സോ 15 = b. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി 15, എയുടെ വാല്യൂ -1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആൾജിബ്രിക് ഫോം എഴുതിക്കൂടെ? ആൾജിബ്രിക് ഫോം എന്താണ്? xn = an + b എന്ന ഫോമിലാണ്. ദാറ്റ് ഈസ് xn = a എത്ര എഴുതുന്നു? -1 അല്ലേ? അപ്പോൾ -1 × n അല്ലെങ്കിൽ -1n + b എത്രയാണ്? 50. അല്ലെങ്കിൽ xn = -n + 15 എന്ന് എഴുതും. -1 × n എന്ന് വെച്ചാൽ -n. ഓക്കെ, ഇതാണ് ആൾജിബ്രിക് ഫോം. വേർ n എന്താണ്? 1 2 3 എക്സെട്ര. അപ്പോൾ അടുത്തതിൽ 8th ടേം തന്നിട്ടുണ്ട്. 8th ടേം എത്രയാണ്? 2 ആണ്. പിന്നെ 12th ടേം തന്നിട്ടുണ്ട്. 12th ടേം എത്രയാണ്? 8 ആണ്. ഓക്കെ, അപ്പോൾ 8th ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 12th ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ 12ൽ നിന്നും 8 മൈനസ് ചെയ്യുക. 12 - 8 എത്രയാണ്? 4 ആണല്ലേ? അപ്പോൾ 4 കോമൺ ഡിഫറൻസ്
ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 12th ടേം കിട്ടുക അല്ലേ. 8th ടേം എത്ര 2 അല്ലേ, അപ്പോൾ 2 + 4D = 12th ടേം എത്ര 8. ഇതിൽ നിന്നും 4D കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ 2നെ ആഡ് ചെയ്തേക്കില്ല, അപ്പോൾ +2നെ =2ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -2 ആകും. സോ 4D = 8 - 2. ദാറ്റ് ഈസ് 4D = 8 - 2 എത്രയാണ് 6 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഡിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ 4നെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 4നെ =2ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /4 ആകും. സോ D = 6/4. 6/4നെ നമുക്ക് ഇനിയും ചെറുതാക്കാമല്ലോ, 2 ഈവൻ നമ്പേഴ്സ് അല്ലേ. 6നെ നമുക്ക് 3 × 2 എന്ന് എഴുതാം, 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം. ന്യൂമറേറ്ററുള്ള 2 ഡിനോമിനേറ്റർ 2 ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് 3/2 ആണ് അല്ലേ. അപ്പോൾ D എന്ന് പറഞ്ഞാൽ 3/2 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ആൾജിബ്രിക് ഫോം കാണാം. ആൾജിബ്രിക് ഫോം എന്താണ്, xn = an + b എന്ന ഫോമിലാണ്, where a and b are fixed number. ക്വസ്റ്റ്യനിൽ 8th ടേമും 12th ടേമാണ് തന്നിട്ടുള്ളത്. ഇതിൽ n പകരം 8 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് x8 കിട്ടില്ല, അതായത് 8th ടേം കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് n പകരം 8 കൊടുക്കാം. ഓക്കെ, x8 = a × 8 അല്ലേ, n പകരം 8 ആണ് കൊടുക്കുന്നത്, അപ്പോൾ a × 8 + b. ദാറ്റ് ഈസ് x8 എത്രയാണ് 8th ടേം അല്ലേ, 8th ടേം 2 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ 2 = 8. a എന്ന് പറഞ്ഞാൽ എന്താ, n കൂടെ a ആണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്, അപ്പോൾ a ആണ് കോമൺ ഡിഫറൻസ് അല്ലേ. കോമൺ ഡിഫറൻസ് 3/2 അല്ലേ, അപ്പോൾ a = എന്താ 3/2 ആണ്. ഓക്കെ, അപ്പോൾ 3/2 × 8 + b, ദാറ്റ് ഈസ് 2 = 3/2 × 8 എന്താണ് 8/2 4 ആണ് അല്ലേ. 8/2 4, പിന്നെ ഒരു × 3, അപ്പോൾ 12 ആണ്. ഓക്കെ, 12 + b. അപ്പോൾ ഇതിൽ നിന്നും ബിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഈ 12നെ ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ, അപ്പോൾ +12നെ =2ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -12 ആകും. സോ 2 - 12 = b. 2 - 12 എന്താണ്, 12 - 2 10 ആണ് അല്ലേ, അപ്പോൾ 2 - 12 എന്താണ് -10 ആയിരിക്കും. ഓക്കെ, -10 = b. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് -10 എന്ന് കിട്ടി, എയുടെ വാല്യൂ 3/2 എന്ന് കിട്ടി. അപ്പോൾ ആൾജിബ്രിക് ഫോം എന്തായിരിക്കും, ആൾജിബ്രിക് ഫോം xn = an + b എന്നായിരുന്നില്ലേ. ദാറ്റ് ഈസ് xn = a എന്താ നമുക്ക് കിട്ടിയത് 3/2, അപ്പോൾ 3/2 n + b എത്രയും -10 അല്ലേ, അപ്പോൾ -10. ഇതാണ് ആൾജിബ്രിക് ഫോം, വേർ n എന്താണ് 1 2 3 etc.